മന്ത്രി സെന്തിൽ ബാലാജി അനുഭവിച്ച പീഡനങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. ഇതൊരു രാഷ്ട്രീയ പകപോക്കലാണെന്ന കാര്യത്തിൽ സംശയമില്ല. 10 വർഷം മുൻപുള്ള കേസിൽ 18 മണിക്കൂറാണ് അടച്ചിട്ട മുറിയിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്തത്. മാനസികമായും ശാരീരികമായും അദ്ദേഹം നേരിട്ട പീഡനങ്ങൾ ജീവന് തന്നെ അപകടമായേക്കാവുന്ന ഹൃദയാഘാതം വരെ എത്തിച്ചെങ്കിൽ ഇത് രാഷ്ട്രീയ പകപോക്കലല്ലാതെ പിന്നെ മറ്റെന്താണ്? തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പറഞ്ഞതുപോലെ സെന്തിൽ ബാലാജി ഒരു സാധാരണക്കാരനല്ല. 5 തവണ ജനങ്ങളുടെ പ്രതിനിധിയായി സഭയിലേക്ക്, അതിൽ 2 തവണ മന്ത്രി. ഒരു ജനപ്രതിനിധിയെ തീവ്രവാദിയെ പോലെ ചോദ്യം ചെയ്യേണ്ട ആവശ്യം എന്താണ്? ഇനി നമ്മുടെ രാജ്യം ഇപ്പോൾ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയിലാണോ? തമിഴകത്തെ ഇളക്കി മറിക്കാൻ മാത്രം ആരാണ് സെന്തിൽ ബാലാജി? വലിയൊരു സമയം അണ്ണാ DMK-യിലായിരുന്ന ബാലാജി എങ്ങനെയാണ് DMK-യിൽ ഇത്ര ശക്തനായത്? ഒരു കേന്ദ്ര ഏജൻസി അറസ്റ്റ് ചെയ്ത മന്ത്രിയെ കാണാൻ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ആശുപത്രിയിലേക്ക് ഓടിപ്പാഞ്ഞെത്തിയതിനു പിന്നിലെ കാരണം എന്താകും? ബാലാജിയെ പൂട്ടാൻ മാത്രം BJPക്ക് അദ്ദേഹത്തോടുള്ള ശത്രുതയ്ക്ക് പിന്നിലെ കാരണം എന്താണ്? കർഷക കുടുംബത്തിൽ ജനിച്ച ബാലാജി ഇന്ന് ഗൗണ്ടർ വിഭാഗത്തിന് സ്വാധീനമുള്ള കോയമ്പത്തൂർ, സേലം, ഈറോഡ് എന്നിങ്ങനെയുള്ള പ്രദേശങ്ങളടങ്ങുന്ന കൊങ്കു മേഖലയെ അടക്കി ഭരിക്കാൻ കെൽപ്പുള്ള നേതാവാണ്. 21-ാം വയസ്സിൽ തദ്ദേശ സ്ഥാപനാംഗമായി പൊതുപ്രവർത്തനം ആരംഭിച്ച സെന്തിൽ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിലൂടെ സജീവ രാഷ്ട്രീയത്തിലിറങ്ങി. പിന്നീട് 2011 മുതൽ 2015 വരെ തമിഴ്നാട് സർക്കാരിലെ ഗതാഗത മന്ത്രിയായി. എന്നാൽ 2015 ജൂലൈയിൽ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കി. അണ്ണാ DMK-യിലെ രണ്ടാമനായി ഉയർന്നു വരേണ്ടിയിരുന്ന ദിനകരനെയും ശശികലയെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതോടുകൂടി ഈ ക്യാമ്പിലുണ്ടായിരുന്ന സെന്തിലിനും പാർട്ടിക്ക് പുറത്താവുകയായിരുന്നു. പളനിസ്വാമി, പനീർ സെൽവം വിഭാഗക്കാരുടെ ലയനത്തിലുണ്ടായ ധാരണ പ്രകാരമാണ് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ശിക്ഷ അനുഭവിക്കുന്ന ശശികലയെയും മരുമകൻ TTV ദിനകരനെയും അന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത്. അണ്ണാ DMK-യിൽ നിന്ന് സെന്തിൽ പിന്നീട് പോയത് TTV ദിനകരന്റെ തന്നെ അമ്മാ മക്കൾ മുന്നേറ്റ കഴകത്തിലേക്കാണ്. 2016-ൽ അമ്മാ മക്കൾ മുന്നേറ്റ കഴകത്തിൽ നിന്നും അരുവികുറിച്ചി നിയോജക മണ്ഡലത്തിലെ MLA ആയി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. 2018-ൽ DMK-യിലേക്ക് കൂടുമാറിയ സെന്തിൽ 2018 ഡിസംബർ 14-ന് സ്റ്റാലിനിൽ നിന്നും പാർട്ടി അംഗത്വം സ്വീകരിച്ചു. പാർട്ടിയിൽ ചേർന്ന സെന്തിലിന് മുന്നിലേക്ക് DMK വെച്ചു നീട്ടിയത് പാർട്ടിയുടെ സെക്രട്ടറി സ്ഥാനം. കൂറുമാറിയ MLA അയോഗ്യനായതോടെ അരുവികുറിച്ചിയിൽ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ഇവിടെയും സെന്തിൽ വിജയത്തേരിലേറി. 2021-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തന്റെ ആദ്യ മണ്ഡലമായ കരൂരിൽ തന്നെ മത്സരിച്ചു. 3-ാം തവണയും കരൂരിൽ നിന്ന് വിജയിച്ച സെന്തിലിന് DMK സമ്മാനിച്ചത് അപ്രതീക്ഷിത മന്ത്രി കസേരയാണ്. അണ്ണാ DMK-യും BJP-യും ഒരുപോലെ ലക്ഷ്യം വെച്ചിരുന്ന മേഖലയാണ് കൊങ്കുനാട്. കോയമ്പത്തൂർ, കരൂർ, തിരുപ്പൂർ, ഈറോഡ്, നീലഗിരി, സേലം, നാമക്കൽ, കൃഷ്ണഗിരി, ധർമ്മപുരി തുടങ്ങിയ ജില്ലകളാണ് കൊങ്കുനാടിന്റെ ഭാഗം. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ആകെയുള്ള 50 മണ്ഡലങ്ങളിൽ 36 എണ്ണവും അണ്ണാ DMK-യാണ് സ്വന്തമാക്കിയത്. കൊങ്കുനാടിൽ അന്ന് DMK വിശ്വസിച്ചു നിന്നത് കരൂർ മാത്രമാണ്. കരൂർ ജില്ലയിലെ 4 സീറ്റിലും DMK വിജയിച്ചു. ഈ വിജയത്തിന് പിന്നിലെ സൂത്രധാരൻ സെന്തിൽ ബാലാജിയായിരുന്നു. കൊങ്കു മണ്ഡലത്തിലെ അണ്ണാ DMK-യുടെ ശക്തി പ്രബലരായ കൊങ്കു വെള്ളാളർ എന്ന ഗൗണ്ടർമാരായിരുന്നു. ഇത് തിരിച്ചറിഞ്ഞ സ്റ്റാലിൻ സെന്തിലടക്കം ഗൗണ്ടർ വിഭാഗത്തിൽ നിന്നുള്ള 3 പേരെ തന്റെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി. സെന്തിൽ ബാലാജിക്കെതിരെ തുടക്കം മുതൽ ആരോപണ ശരങ്ങൾ ഉയർത്തിയ BJP സംസ്ഥാന അധ്യക്ഷൻ അണ്ണാ തിരുമലയും ഇതേ വിഭാഗത്തിന്റെ പ്രതിനിധിയാണ്. സെന്തിൽ തന്റെ കരുത്തു തെളിയിച്ച കൊങ്കുനാട് മേഖലയിൽ തന്നെയാണ് തമിഴ്നാട്ടിൽ BJPക്ക് വേരുറപ്പിക്കേണ്ടതും. കാരണം 2021-ലെ തെരഞ്ഞെടുപ്പിൽ BJP വിജയിച്ച 4 മണ്ഡലങ്ങളിൽ 2 എണ്ണം കൊങ്കു മേഖലയിൽ നിന്നുമായിരുന്നു. ബാക്കി മണ്ഡലങ്ങൾ പിടിക്കുന്നതിന് BJPക്ക് തടസ്സമായി നിന്നിരുന്നത് സെന്തിലായിരുന്നു. കൂടാതെ സെന്തിലിന്റെ സ്വന്തം നാടായ കരൂർ ജില്ലയിലെ അറുവാക്കുറിച്ചിയിൽ മത്സരിച്ച BJP അധ്യക്ഷൻ K അണ്ണാമലൈ വലിയ തോൽവിയാണ് ഏറ്റുവാങ്ങിയതും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലും അണ്ണാ DMK-ക്കും BJPക്കുമെതിരെ വലിയ വിജയമാണ് DMK നേടിയതും. അതുകൊണ്ട് തന്നെ കൊങ്കു മേഖലയിലെ DMK-യുടെ വേരർത്ത് താമര വിരിയിക്കാനുള്ള BJP ശ്രമങ്ങളുടെ ആദ്യ ഭാഗമാണ് അണ്ണാ DMK-യുടെ രാഷ്ട്രീയ പിന്തുണയോടെ തമിഴ്നാട്ടിൽ അരങ്ങേറുന്ന ED വേട്ട. 2011-16 കാലത്ത് ജയലളിത സർക്കാരിലെ മന്ത്രിയായിരിക്കുമ്പോഴാണ് ഇപ്പോഴത്തെ കേസിന് ആധാരമായ ജോലി കുംഭകോണം അരങ്ങേറുന്നത്. ജയലളിത മന്ത്രിസഭയിൽ ഗതാഗത മന്ത്രിയായിരിക്കെ ജോലി നൽകുന്നതിന് കോഴ ആവശ്യപ്പെട്ടതാണ് കേസ്. സെന്തിൽ ബാലാജി വകുപ്പ് മന്ത്രിയായ മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ വിവിധ തസ്തികകളിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ട് 5 പരസ്യങ്ങൾ നൽകി. ഡ്രൈവർ, കണ്ടക്ടർ, ജൂനിയർ ട്രേഡ്സ്മാൻ, ജൂനിയർ എഞ്ചിനീയർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നീ തസ്തികകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത്.
എന്നാൽ ഈ നിയമനങ്ങൾക്കായി സെന്തിൽ കോടികൾ കോഴ വാങ്ങിയതായും ക്രമക്കേട് നടന്നതായും വിവരങ്ങൾ പുറത്തു വന്നു. 2015 ഒക്ടോബറിലാണ് ഇത് സംബന്ധിച്ച ആദ്യ പരാതി ലഭിക്കുന്നത്. തന്റെ മകന് ജോലി ലഭിക്കാനായി പളനി എന്നൊരു കണ്ടക്ടർക്ക് 2.5 ലക്ഷം രൂപ നൽകി. എന്നാൽ ജോലി ലഭിച്ചില്ല, പണം തിരികെ കിട്ടിയതുമില്ല എന്ന പരാതിയുമായി ദേവസഹായം എന്നൊരാൾ രംഗത്തെത്തി. ഇതായിരുന്നു ഈ കേസിലെ ആദ്യ പരാതി. എന്നാൽ ഈ പരാതിയിൽ അന്നത്തെ ഗതാഗത മന്ത്രി ബാലാജിയെ പറ്റി പരാമർശമൊന്നും ഉണ്ടായിരുന്നില്ല. വരും വർഷങ്ങളിൽ പരാതികളുടെ എണ്ണം കൂടിത്തുടങ്ങി. ആരോപണങ്ങളെല്ലാം സെന്തിലിനെതിരെ ആയതിനു പിന്നാലെ പോലീസ് അന്വേഷണം വഴിമുട്ടി. എന്നാൽ വെറുതെ ഇരിക്കാൻ പരാതിക്കാർ തയ്യാറായിരുന്നില്ല. ഗോപി എന്ന പരാതിക്കാരൻ കേസുമായി ഹൈക്കോടതിയിലെത്തി. ഹൈക്കോടതി ഇടപെടലിൽ ACP തലത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചു. 2017 മന്ത്രിയെയും ബന്ധുക്കളെയും ഒഴിവാക്കി അന്വേഷണ റിപ്പോർട്ടും സമർപ്പിച്ചു. എന്നിട്ടും പരാതികൾ ഒടുങ്ങിയില്ല. ഒന്നിനു പുറകെ ഒന്നായി പരാതികളും ആരോപണങ്ങളും ഉയർന്നെങ്കിലും സെന്തിലിനെതിരായ അഴിമതി ആരോപണം മാത്രം അന്വേഷണ പരിധിയിൽ വന്നില്ല. ശരവേഗത്തിൽ ആരോപണങ്ങളുടെ അമ്പുകൾ സെന്തിലിന് നേരെ പാഞ്ഞെടുത്തെങ്കിലും അവയ്ക്കൊന്നും അയാളെ തളർത്താനുള്ള ശേഷിയുണ്ടായിരുന്നില്ല. കൂടുമാറ്റങ്ങൾക്കിടയിൽ ആരോപണങ്ങളെ ഇത് DMKയുടെ കൂടാരത്തിലേക്ക് തന്നെ കൂടുതൽ ശക്തനായി തിരിച്ചെത്തിയ ബാലാജിക്ക് പിന്നീട് വളർച്ചയുടെ കാലമായിരുന്നു. എല്ലാം കെട്ടടങ്ങിയെന്നിരിക്കെ ബാലാജിയുടെ PAമാരായിരുന്ന ഷൺമുഖവും R സഹായരാജനും കേസ് അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചു. പണം നഷ്ടമായവർക്ക് അത് തിരികെ നൽകിയെന്നും അതുവഴി ഒത്തുതീർപ്പിലെത്തിയെന്നുമായിരുന്നു ഇവരുടെ വാദം. ഒരു പരാതിയിൽ കോടതി വാദം അംഗീകരിക്കുകയും ചെയ്തു. ഒത്തുതീർപ്പിലെത്തി എന്ന ഏറ്റുപറച്ചിലിനർത്ഥം കുറ്റകൃത്യം നടന്നു എന്ന് കൂടിയാണെന്ന് വ്യക്തമായതോടെയാണ് തമിഴ്നാട്ടിലേക്കുള്ള EDയുടെ രംഗപ്രവേശം. 2021 ED ഈ കേസിൽ അന്വേഷണം തുടങ്ങുന്നത്. ഒത്തുതീർപ്പ് അംഗീകരിക്കാത്ത പരാതിക്കാർ വെളിച്ചത്തെത്തിയതോടെ കേസിൽ ഹൈക്കോടതി പുനരന്വേഷണം പ്രഖ്യാപിച്ചു. ഇതേ സമയത്താണ് ED ചോദ്യം ചെയ്യലിനായി പ്രതികളെ വിളിപ്പിച്ചു തുടങ്ങുന്നത്. എന്നാൽ ഹൈക്കോടതി ഇത് റദ്ദാക്കി. ഇതിനെതിരെ ED സുപ്രീം കോടതിയെ സമീപിച്ച് കേസിൽ അന്വേഷണം തുടരാനും രേഖകൾ പരിശോധിക്കാനുമുള്ള അനുവാദവും നേടിയെടുത്തു. ഇതാണ് നിലവിലിപ്പോൾ തമിഴ്നാടിനെ ഇളക്കി മറിക്കുന്ന EDയുടെ പരിശോധനയിലേക്കും അറസ്റ്റിലേക്കും നയിച്ചത്. കേസിൽ സെന്തിൽ ബാലാജിയുടെ ഔദ്യോഗിക വസതിയിലും ചെന്നൈയിലെ ബംഗ്ലാവിലും കരൂരിലെയും കോയമ്പത്തൂരിലെയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലും ED പരിശോധന നടത്തിയിരുന്നു. നേരത്തെ ടാസ്മാക് മദ്യശാലകളിൽ ബാറുകൾ അനുവദിച്ചതിൽ അഴിമതിയുണ്ടെന്നാരോപിച്ച് അണ്ണാ DMKയും BJPയും ഗവർണർക്കു നൽകിയ പരാതിയിൽ എക്സൈസ് മന്ത്രി കൂടിയായ ബാലാജിയുമായി ബന്ധമുള്ള 40 സ്ഥലങ്ങളിൽ ആദായ നികുതി വകുപ്പ് 8 ദിവസത്തോളം നീളുന്ന റെയ്ഡ് നടത്തിയിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ചെന്നൈയിലെത്തിയപ്പോൾ വൈദ്യുതി നിലച്ച സംഭവമാണ് ബാലാജിയുമായി ബന്ധപ്പെട്ട് ഏറെ വിവാദമായിരുന്നത്. അമിത് ഷാ വിമാനത്താവളത്തിന് പുറത്തേക്ക് ഇറങ്ങുന്ന വേളയിൽ തെരുവിലെ വൈദ്യുതി വിളക്കുകൾ അണഞ്ഞു. തുടർന്ന് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും ഇക്കാര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ വൈദ്യുതി പോയത് സാങ്കേതിക പ്രശ്നം മൂലമാണെന്നും ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് BJP ചെയ്യുന്നതെന്നുമായിരുന്നു DMKയുടെ പ്രതികരണം. വകുപ്പ് മന്ത്രി കൂടിയ ബാലാജിയുടെ പ്രതികരണവും സമാനമായിരുന്നു. സബ്സ്റ്റേഷനിലുണ്ടായ പ്രശ്നം കൊണ്ടാണ് വൈദ്യുതി മുടങ്ങിയതെന്നും 40 മിനിറ്റ് കൊണ്ട് പ്രശ്നം പരിഹരിച്ചെന്നും അദ്ദേഹം വിശദീകരിച്ചിരുന്നു. എന്നാൽ അമിത് ഷായെ ഇരുട്ടിലാക്കിയ ബാലാജിയുടെ നടപടി ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചയാണ്. ആഭ്യന്തരമന്ത്രിയെ ഇരുട്ടത്ത് നിർത്തിയതിന്റെ പ്രതികാരമാണോ തിടുക്കപ്പെട്ടുള്ള ED അന്വേഷണമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചോദിക്കുന്നത്. DMKയുടെ പണപ്പെട്ടിയെന്ന് എതിരാളികൾ ഒന്നടങ്കം വിളിക്കുന്ന ബാലാജിക്ക് കൊങ്കുനാട്ടിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് DMK ഇപ്പോഴും അടിയുറച്ച് വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തെ അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്നതായിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്തെ അമ്പരിപ്പിക്കുന്ന അവസാന നീക്കങ്ങളെ അനുകൂലമാക്കി മാറ്റിയ ബാലാജിയുടെ തന്ത്രങ്ങൾ. ഈ വിശ്വാസമാണ് സ്റ്റാലിൻ എന്ന നേതാവിന്റെ വാക്കുകളിൽ കഴിഞ്ഞ ദിവസം കണ്ടത്. അതേസമയം ബാലാജിക്ക് കനത്ത രാഷ്ട്രീയ പ്രതിരോധമൊരുക്കുമ്പോഴും DMKയിലെ സ്റ്റാലിൻ അടക്കമുള്ളവരെ മുൻകാല നിലപാടുകൾ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. ജയലളിത സർക്കാരിൽ മന്ത്രിയായിരുന്ന സെന്തിൽ ബാലാജിക്കെതിരെ അന്ന് DMK പ്രസിഡന്റായിരുന്ന സ്റ്റാലിൻ നടത്തിയ അഴിമതി തട്ടിപ്പ് ആരോപണങ്ങളുടെ വീഡിയോ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. BJP അണ്ണാ DMK അണികളടക്കം ഇതാണ് ആയുധമാക്കുന്നതും. DMK മന്ത്രിസഭയിലെ ഒരംഗത്തെ അഴിമതിയുടെ പേരിൽ അറസ്റ്റ് ചെയ്തു എന്നതല്ല തമിഴ്നാട്ടിലെ രാഷ്ട്രീയ കോളിളക്കത്തിന് കാരണം. മറിച്ച് ദ്രാവിഡ രാഷ്ട്രീയത്തെ ഇളക്കിമറിച്ച് തമിഴ്നാട്ടിലേക്ക് രംഗപ്രവേശം ചെയ്യാൻ BJP ശ്രമിക്കുന്നു എന്നതാണ്. കേന്ദ്ര സർക്കാരിനെതിരെ ഉറച്ച ശബ്ദത്തിൽ പോരാടുന്ന DMKയിലെ ശക്തനായ നേതാവിനെ ED പൂട്ടിയതിനു പിന്നിലെ ലക്ഷ്യവും ഇതുതന്നെയാണ്.